ഹായ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മുടെ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്നൊരു ദിവസമാണ്. റബീഉൽ അവ്വൽ 12 എന്നറിയുന്ന ദിവസം നമ്മളൊക്കെ ഒരുപാട് സന്തോഷം. കാരണം എൻ്റെ ചെറുപ്പത്തിലും എല്ലാവരുടെ ചെറുപ്പത്തിലും നമ്മുടെ മദ്രസകളിൽ പാട്ടും പ്രസംഗവും ദഫും കാര്യങ്ങളായിട്ട് കുട്ടികൾക്ക് ഒരുപാട് സമ്മാനവും കാര്യങ്ങളും ഫുഡും ഭക്ഷണവും എല്ലാ മധുര പലഹാരങ്ങളും മധുര പാനീയങ്ങളൊക്കെ കിട്ടുന്നൊരു ടൈമാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു നിമിഷമാണ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിലാണ് ഒരുപാട് ഞാൻ മദ്രസയിൽ പ്രസംഗം കഥാപ്രസംഗം അതുപോലെ തന്നെ ഖിറാത്തൊക്കെ ഓതാൻ അതുപോലെ തന്നെ ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഒരു ഒരു സന്തോഷമുള്ള ടൈമാണ്. പക്ഷെ ആ ഒരു സന്തോഷത്തിൻ്റെ ഇടയ്ക്കും എനിക്കൊരു ചെറിയൊരു സങ്കടം കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ ചെവി ഒന്ന് ആക്സിഡൻ്റായി. അതായത് ഒരു ബൈക്ക് ഞാൻ എൻ്റെ മദ്രസയിലെ റാലി ഒരു ചെറുപ്പത്തിൽ തന്നെയാണ്. മദ്രസയിലെ റാലി കഴിഞ്ഞ് വരുമ്പോൾ മുന്നിലെ സൈഡ് ഞാൻ മുറിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് ഒരു ലോറി ഉണ്ടായിരുന്നു. ഞാൻ അപ്പുറത്തുനിന്ന് വണ്ടി വരുന്നത് നോക്കാതെ മുറിഞ്ഞു കിടന്നു. ബൈക്ക് ഇടിച്ചിട്ട് എൻ്റെ ചെവിയുടെ ഇവിടെ സ്റ്റിച്ചായി 3 സ്റ്റിച്ചിട്ട്. അത് എനിക്ക് മറക്കും. പിന്നെ ഞാനന്ന് അതായത് നമുക്കൊക്കെ അന്ന് ഇന്നത്തെ പോലെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊന്നും അന്ന് ഇല്ല. ഈ നബിദിനോ അല്ല എങ്കിലും പെരുന്നാളിനൊക്കെ നമ്മൾ ഡ്രസ്സ് എടുക്കുക അന്നത്തെ കാലത്താട്ടോ. ഏകദേശം ഒരു 5-6 വയസ്സാണ്. ഇന്നത്തെ കാലമല്ല. അപ്പോൾ ഇന്നത്തെ ആളുകൾ അതിന് വേറൊരു ബാഡായിട്ട് കമൻ്റ് ഉണ്ട്. അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. കാരണം പിന്നെ പ്രത്യേകം ഈ ടൈലറിങ് കടയിലൊക്കെ നമ്മൾ പെരുന്നാൾക്ക് ഡ്രസ്സ് അടിച്ചാൽ കൊടുത്താൽ പല ആളുകളും മാറിയിട്ടൊക്കെ കിട്ടും. അങ്ങനെ ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. പല ആളുകൾക്കും അതൊക്കെ അറിയാം. അപ്പോൾ വെള്ള ഡ്രസ്സായിരുന്നു. അതിൽ മൊത്തം ചോരയെ കുളിച്ചു. പിന്നെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ കാണുന്ന മുകളിൽ ഇങ്ങനെ ഫാന് കറങ്ങുന്നത്. എൻ്റെ ചെവിയൊക്കെ ഇങ്ങനെ പൊത്തിപ്പിടി സ്റ്റിച്ചിട്ടിട്ട് അങ്ങനെ ഒരു മറക്കാനാവാത്ത നബിദിനം. എന്നാലും ഒരുപാട് റേഞ്ച് പരിപാടികൾക്കും ഒരുപാട് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരുപാട് സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു ആ ഒരു പ്രത്യേക ഒരു പാട്ടുണ്ടല്ലോ, യാ നബിയേ അസ്സലാം യാ റസൂലേ വസ്സലാം അമ്പിയാക്കൾക്കെല്ലാം രാജരേ 1000 സലാം പുണ്യതോഹ വന്നുദിച്ച മുസ്തഫ നബി തങ്ങളെ അസ്സലാം വസ്സലാം 1000 സലാം. ഇങ്ങനെ ഈ പാട്ടൊക്കെ പാടിയിട്ട് ഘോഷയാത്ര വണ്ടിയുടെ ബാക്കിൽ നമ്മളൊക്കെ അണിനിരക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭവം. അതുപോലെ ഒരുപാട് മധുരപാനീയങ്ങളും മധുര പലഹാരങ്ങളൊക്കെ നമുക്ക് ഓരോ ആളുകളും സന്നദ്ധ സംഘടനകളും ഒരുപാട് വീടുകളൊക്കെ ഇങ്ങനെ തരുമ്പോൾ അതൊക്കെ ഒരു പ്രത്യേക അനുഭവമായി നമുക്കൊക്കെ. ഇന്നും അത് തുടർന്ന് പോവാണ്. നമ്മുടെ ദീൻ ഇസ്ലാമിൽ ഇങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ നാടുകളിലൊക്കെ ഇങ്ങനെ തുടർന്ന് പോവാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാനിലാണ്. പക്ഷേ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവമില്ല. എന്നാൽ മലയാളികൾ ഉള്ള ഏരിയയിലൊക്കെ സംഭവം ചെറുതായിട്ടൊക്കെ ഉണ്ട്. ഇന്ന് ചില ഇവിടെ ഉള്ള പള്ളികളിലൊക്കെ മൗലൂദ് പാരായണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കൊരു ക്ഷരണ്ട വിഷയത്തെ ഒരുപാട് ദൂരമായിട്ട് ഞാനിപ്പോൾ വർക്ക് കഴിഞ്ഞ് വന്ന് കുളിച്ച് ഇനിയിപ്പോൾ പള്ളിക്ക് പോയി യാസീനൊക്കെ ഓതാനുള്ള തീരുമാനത്തിൽ ഇങ്ങനെ വരുമ്പോഴാണ് എനിക്ക് തോന്നി അതിനെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാമെന്നുള്ളത്. കാരണം അതൊക്കെ ഒരു മറക്കാം. കാരണം നാട് മിസ്സ്. കാരണം 6 കൊല്ലത്തോളമായി ഞാനിപ്പോൾ ഒരു നബിദിനം 7 കൊല്ലത്തോളമായി നബിദിനം കൂടിയിട്ട്. കാരണം ഞാൻ ആ ടൈമിലൊക്കെ ഒരു പ്രവാസിയായി നിൽക്കുക. അതായത് നബിദിനം വരുമ്പോഴൊക്കെ ഞാനിവിടെ എന്തായാലും ഒരുപാട് സങ്കടമുള്ള കാര്യം. കാരണം നബിദിനം നാട്ടിൽ കൂടണം എന്നുള്ള ഒരുപാട് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനുള്ളൊരു തൗഫീക്ക് നാഥൻ നമുക്കൊക്കെ തരട്ടെ. കാരണം ഒരുപാട് പ്രവാസികളുണ്ട്. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ പറയും നബിദിനം കൂടണം നബിദിനം. കാരണം അതൊരു പ്രത്യേകത. നമ്മളെ മക്കളുടെ മക്കളെ പുതിയ ഡ്രസ്സൊക്കെ അണിയിപ്പിച്ച് മദ്രസയിൽ പോയിട്ട് പരിപാടിക്ക് അതൊക്കെ ഒരു അതൊരു അനുഭവമാണ്. അതൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്. അതൊരു സങ്കടങ്ങൾ മാറുന്ന സന്തോഷത്തിൻ്റെ ഒരു സമാധാനത്തിൻ്റെ ദിവസമാണ്. അതൊക്കെ നമുക്ക് ഒരുപാട് മിസ് ചെയ്യാണ്. നമ്മളിവിടെ ജോലി റൂം എന്നുള്ള ആ ഒരു മൈൻഡിൽ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ അതൊക്കെ കാണും. എന്തായാലും ഇൻഷാ അല്ലാഹ് നാട്ടിലൊക്കെ നല്ല രീതിയിൽ നബിദിനം കൊണ്ടാടുകയാണ്. നല്ല രീതിയിൽ നടക്കട്ടെ. നല്ല സന്തോഷമുള്ള ദിവസങ്ങളാണ്, നിമിഷങ്ങളാണ്. എന്തായാലും ഒരു നാൾ തൗഫീക്ക് നൽകട്ടെ പടച്ചോനതിന്. എന്തായാലും